സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് മറ്റൊന്നുമല്ല, അവരുടെ പ്രായം തന്നെയാണ്. സ്ത്രീകൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളും കൂടുന്നു. 85% കേസുകളും 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടിട്ടുള്ളത്. 40 വയസ്സിന് താഴെ 5% കേസുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രായം കൂടാതെ വേറെയും റിസ്ക് ഫാക്ടറുകളുണ്ട്. അതിലൊന്നാണ് ഫാമിലി ഹിസ്റ്ററി. ഈ വ്യക്തിയുടെ സഹോദരികൾക്കോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സഹോദരങ്ങൾക്കോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എങ്കിൽ നമുക്കും ഈ വ്യക്തിക്കും ഇൻഡിവിജ്വലിനും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈസ്ട്രജൻ എന്ന് പറയപ്പെടുന്ന ഹോർമോണാണ്. അപ്പോൾ ദീർഘകാലമായിട്ട് ഈസ്ട്രജൻ്റെ എക്സ്പോഷർ ഉണ്ട് എങ്കിൽ അതും ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അതായത് നേരത്തെ പീരിയഡ്സ് ആകുക, ചെറിയ പ്രായത്തിൽ പീരിയഡ്സ് ആകുന്നതും അതുപോലെ തന്നെ വലിയ പ്രായത്തിൽ, അതായത് 55 വരെയൊക്കെ പീരിയഡ്സ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നതും ആദ്യത്തെ പ്രസവം 30 വയസ്സിന് ശേഷമാകുന്നതും ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. ഇനി അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മറ്റുള്ള ക്യാൻസറുകൾ, ഓവേറിയൻ ക്യാൻസർ പോലെ അല്ലെങ്കിൽ സെർവിക്സിൻ്റെയോ എൻഡോമെട്രിയത്തിൻ്റെയോ ക്യാൻസർ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതിനർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്തായാലും വരും എന്നൊന്നുമല്ല കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടറുകൾ എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.